ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ ഒരുപാട് തരം കാർഡുകൾ ഉണ്ടായിരിക്കും അല്ലേ? അത് ഒന്നുകിൽ എപ്പിക് ആയിരിക്കാം, ബിഗ് ടൈം ആയിരിക്കാം, ട്രെൻഡിങ് കാർഡ്സുകളായിരിക്കാം, അതുപോലെ തന്നെ ഫീച്ചേർഡ് കാർഡുകളായിരിക്കും. അങ്ങനെ ഒരുപാട് കാർഡുകൾ നമ്മളുടെ അക്കൗണ്ടിൽ കാണും. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാർഡുകൾ ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കാം. എനിക്ക് അത്രയും ട്രസ്റ്റുള്ള കാർഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഡിഫറൻ്റ് ആയിരിക്കാം. അതുപോലെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലുള്ള ട്രസ്റ്റബിൾ കാർഡുകൾ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മളിന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരുപാട് കാർഡുകളുണ്ട്. അത് എപ്പിക്കും അതുപോലെ തന്നെ ബിഗ് ടൈം, അങ്ങനെ ഒരുപാട് കാർഡുകളുണ്ട്. അതിൽ എനിക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രസ്റ്റിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. അത് ഡിഫൻസിലായിക്കോട്ടെ, മിഡിലായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ അറ്റാക്കിങ്ങിലായിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു പ്ലെയർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഗെയിം പ്ലേനേക്കാൾ ഉപരി നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ചില കാർഡുകൾ നമ്മൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിലുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ എൻ്റെ വെരി പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള കാർഡുകൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. സോ നമ്മളിന്ന് 5ഓളം കാർഡുകളാണ് നോക്കാൻ പോകുന്നത്. അതിൽ മിഡ് ഉണ്ട്, അതുപോലെ തന്നെ അറ്റാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫൻസ് ഉണ്ട്, ഗോളി ഉണ്ട്. അങ്ങനെ ഇത്രയും ടൈപ്പ് കാറ്റഗറിയിൽ കാർഡുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. 5ഓളം കാർഡുകളാണ്. സോ നമുക്ക് നേരെ നമ്മുടെ ഒന്നാമത്തെ പ്ലെയർ ആരാണെന്ന് നോക്കാം. ഒന്നാമതോടെ ഞാൻ ഉദ്ദേശിക്കുന്നത് റാങ്ക് ഒന്നുമല്ല, ജസ്റ്റ് നമ്പർ മാത്രമാണ്. കാരണം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറെയാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഒന്നാമത്തെ പ്ലെയർ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ്. നിങ്ങൾക്കിവിടെ ഒരുപാട് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ കാണാം, ഒരുപാട് കാർഡുകൾ കാണാം. സോ ഇതിൽ നിന്ന് ഞാൻ അത്രയും ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വൺ ആൻഡ് ഓൺലി സാമുവൽ എറ്റോയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. എനിക്ക് ഒരുപാട് ഗോളുകൾ നിർണായക സമയത്ത് അടിച്ചു തരുന്ന അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ തന്നെയാണ് സാമുവൽ എറ്റോയുടെ ഈ ഒരു കാർഡ്. എനിക്ക് റുമ്മയുടെയും അതുപോലെ തന്നെ നമ്മുടെ സുവാരസിൻ്റെ ഒക്കെ കാർഡുകൾ ഡബിൾ ബൂസ്റ്റർ തന്നെ കിടപ്പുണ്ട്. എന്നാൽ പോലും എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാർഡ് എന്ന് പറയുന്നത് എൻ്റെ സ്ക്വാഡിൽ നിലവിൽ നമ്മുടെ സാമുവൽ എറ്റോയുടെ ഈ ഒരു കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റ് കണ്ടാൽ മനസ്സിലാവും. 819ഓളം മാച്ച് എനിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഈ ഒരു 348 ഗോൾ എന്ന് പറയുന്നത് നിർണായക സമയത്ത് എനിക്ക് വേണ്ടി അടിച്ചു തന്നിട്ടുള്ള ഗോളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആവശ്യത്തിന് തീർച്ചയായിട്ടും എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ആൻഡ് ഓൺലി സ്ട്രൈക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ സാമുവൽ എറ്റോ തന്നെയാണ്. നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രൈക്കർ എന്നുള്ളത് കമന്റ് ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് പ്ലെയറാണ് നോക്കുന്നത്. ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കാണാം. യെസ്, ഇതിൽ നിന്ന് ഡിഫൻസീവ് ആയിട്ട് ഞാൻ അത്രയും ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു പ്ലെയർ, യെസ്, നമ്മുടെ കോസ്റ്റക്കൂട്ടിയുടെ ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. ആളുടെ സിംഗിൾ ബൂസ്റ്ററും അതുപോലെ തന്നെ ഡബിൾ ബൂസ്റ്ററും ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരുടെ അക്കൗണ്ടിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു പൊസിഷനിൽ ഇത്രത്തോളം കളിപ്പിച്ച ഒരു പ്ലെയർ നമ്മുടെ കോസ്റ്റക്കൂട്ടിയുടെ സിംഗിൾ ബൂസ്റ്റർ കാർഡ് തന്നെയായിരിക്കും. അതിനുശേഷം വന്ന ഡബിൾ ബൂസ്റ്റർ കാർഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് 993ഓളം മാച്ച് എനിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ഫോർട്രസ് എന്ന് പറയുന്ന സ്കിൽ ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ഇത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ നമ്മൾ ഒരു 1-2 ഗോളിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലീഡ് 90 മിനിറ്റ്സോളം അല്ലെങ്കിൽ ഗെയിം എൻഡ് ആവുന്ന ടൈം വരെ നിലനിർത്താൻ എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ കോസ്റ്റക്കുട്ടിയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ സ്ക്വാഡിൽ ആരാണ് നിങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള കാവൽ പടം എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. സോ നമ്മുടെ തേർഡ് പൊസിഷനിൽ കിടക്കുന്ന ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. നിങ്ങളുടെ സ്ക്വാഡിൽ ഒരുപാട് ഗോൾ കീപ്പർ ഉണ്ടാവും. നിങ്ങളുടെ ഗോൾ കീപ്പറിൽ വിശ്വസിക്കാൻ പറ്റുന്ന കാർഡ് ആരാണെന്നുള്ളതും കമന്റ് ചെയ്യാം. സോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പീറ്റർ ചെക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. എൻ്റെ സ്ക്വാഡിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒളിവർ ഖാൻ്റെ കാർഡുണ്ട്, അതുപോലെ തന്നെ കസിയസിൻ്റെ കാർഡുണ്ട്. ഇതുപോലുള്ള കുറച്ച് ഗോൾ കീപ്പേഴ്സിൻ്റെ കാർഡൊക്കെ ഉണ്ട്. എന്നാൽ പോലും എനിക്ക് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ്, അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന പെർഫോമൻസ് തന്നേക്കുന്നത് നമ്മുടെ പീറ്റർ ചെക്കിൻ്റെ ഈ ഒരു കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ ഒരു കാർഡ് എടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. നിലവിൽ ഈ ഒരു കാർഡ് ടോപ്പ് പെർഫോമൻസ് ആണ് എനിക്ക് വേണ്ടി തരുന്നത്. ഈ ഒരു കാർഡിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ കീപ്പർക്ക് വേണ്ടുന്ന എല്ലാവിധ എബിലിറ്റിയും കിട്ടുന്ന ഒരു കാർഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ് നമ്മുടെ പീറ്റർ ചെക്കിൻ്റെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ് എന്നുള്ളത്. നമ്മുടെ നാലാമത്തെ ഒരു പ്ലെയറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൺ ആൻഡ് ഓൺലി സെർജിയോ ബുസ്കറ്റ്സ്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നു ഗൈസ് അത്രയും എനിക്ക് ആങ്കർ മാനിൽ അത്രയും യൂസ് ആവുന്ന ഒരു കാർഡുകൾ വേറെ ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ ഇത്രയും റയറായിട്ട് കിടക്കുന്ന ഒരു ആങ്കർ മാൻ വേറെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കാർഡിനെ എന്തുകൊണ്ട് റയറായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡിൻ്റെ പാസിംഗ് എബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 94ഓളം ലോ പാസും അതുപോലെ തന്നെ 88ഓളം ലോഫ്റ്റർ പാസും വരുന്ന ഒരു കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കില്ലായിട്ട് നമുക്ക് ഇവിടെ വിഷണറി
മിലിറ്ററി പാസ് എന്ന് പറയുന്ന സ്കില്ലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിഫൻസീവ് ആയിട്ടുള്ള എബിലിറ്റി എല്ലാം OP ആയിട്ട് കിടക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആങ്കർ മാനാണ് നമ്മുടെ ബുസ്കറ്റ്സ്. നമുക്ക് ഈ ഒരു കാർഡിനെ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫൻസീവ് ആയിട്ടും ഈ ഒരു കാർഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്കാലത്തെയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെർജിയോ ബുസ്കറ്റ്സ് തന്നെയാണ്. DMFൽ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അന്യായ പെർഫോമൻസ് ആണ്. ഒരു കാരണവശാലും ഞാൻ മാറ്റി നിർത്താത്ത ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ ബുസ്കറ്റ്സിന്റെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സ്ക്വാഡിലെ ഏറ്റവും നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള മിഡ്ഫീൽഡർ ആരാണെന്നുള്ളതും കമന്റ് ചെയ്യുക. സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ പ്ലെയർ ആണ്. അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയുന്നതും ഒരു ഡിഫൻസീവ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പുള്ളിയെ നമുക്ക് CBയിലും ഇടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ RBയിലും കളിപ്പിക്കാൻ പറ്റുന്ന അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് പ്ലെയർ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ഊഹിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ തുറാമിന്റെ ഈ ഒരു കാർഡാണ്. തുറാമിന്റെ ഏതൊരു കാർഡ് ആയിക്കോട്ടെ അത്രയും OP ആയിട്ടുള്ള പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ തരുന്ന ഒരു കാർഡ് തന്നെയായിരിക്കും തുറാമിന്റെ എല്ലാ കാർഡും. മുന്നേ വന്നിട്ടുള്ള ഫ്രാൻസിന്റെ കാർഡും OP ആയിട്ട് കിടക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മിഡ്ഫീൽഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ബിൽഡപ്പ് CBയും നമ്മുടെ ഡിസ്ട്രോയ് CBയും എല്ലാം കൈയൊഴിഞ്ഞ ബോൾ പോലും നമ്മുടെ RBയിൽ കളിക്കുന്ന ഈ ഒരു പ്ലെയർ സേവ് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിർണായക സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരു 1 മതിലായിട്ട് തന്നെ നമ്മുടെ ഡിഫൻസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സ്ക്വാഡിൽ എനിക്ക് അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള 5 കാർഡുകളിൽ എന്തുകൊണ്ടും ഉൾപ്പെടുത്താൻ പറ്റുന്ന കാർഡ് തന്നെയാണ് നമ്മുടെ തുറാമിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാർഡുകളിൽ നിന്ന് ഈ ഒരു 5 കാർഡിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പണിയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കിടക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് എന്ത് ഞാൻ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഒരു 2 കാർഡുകൾ കൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന 2 കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഗുള്ളിറ്റിൻ്റെ ഈ ഒരു ഹോൾ പ്ലെയർ പ്ലേയിങ് സ്റ്റൈൽ വരുന്ന ഈ ഒരു കാർഡും അതുപോലെ തന്നെ നമ്മുടെ റൈക്കാർഡിൻ്റെ ഈ ഒരു CB കാർഡുമാണ്. ആളൊരു ബിൽഡപ്പാണ്. ഈ 2 കാർഡുകളും സെയിം പാക്കിൽ വന്നേക്കുന്ന കാർഡ് തന്നെയാണ്. അത്രയും വേർത്തായിട്ട് കിടന്ന ഒരു പാക്ക് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ 2 കാർഡുകളും അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള അന്നും ഇന്നും എന്നും നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ് രണ്ടാളും. ബുള്ളറ്റ് നമ്മുടെ മിഡിലും അതുപോലെ തന്നെ ഹോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു കാർഡാണ്. എന്നാൽ നമ്മുടെ റൈക്കാർഡിൻ്റെ കാർഡ് എന്ന് പറയുന്നത് CBയിലാണ് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ തന്നെ റയർ ആയിട്ട് കിടക്കുന്ന ഒരു ബിൽഡപ്പ് കാർഡുകളാണ്. കൊണാമി ഒരുപാടൊന്നും ബിൽഡപ്പ് കാർഡുകൾ ഇതുപോലെ എപ്പിക്കിൽ കൊണ്ടുവരാറില്ല. കൊണ്ടുവന്നതിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് കാർഡ് എന്ന് പറയുന്നത് റൈക്കാർഡിൻ്റെ ഈ ഒരു കാർഡാണ്. എന്തുകൊണ്ടും ട്രസ്റ്റബിൾ ആയിട്ടുള്ള നമ്മൾ മാച്ചിലേക്ക് ഇടുന്ന ടൈമിൽ ഫോം ഇല്ലെങ്കിൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാർഡുകളാണ് ഈ പറയുന്ന 7ഓളം കാർഡുകൾ എന്നുള്ളതാണ്. സോ ഗൈസ് വീഡിയോ വൈൻഡപ്പാണ്. എന്ത് തന്നെയാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എനിക്കറിയാം ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടിൽ ഇതുപോലെ ഡബിൾ ബൂസ്റ്റർ കാർഡുകൾ അതുപോലെ തന്നെ സിംഗിൾ ബൂസ്റ്റർ കാർഡുകൾ പോലും ഉണ്ടായെന്ന് വരില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാർഡുകൾ നിങ്ങളുടെ സ്ക്വാഡിലും കാണും. അത് എപ്പിക് കാർഡുകളാവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ട്രെൻഡിങ് കാർഡുകളായിട്ടുള്ള പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡുകളും അതുപോലെ തന്നെ നമ്മുടെ ഹൈലൈറ്റ് കാർഡുകളിൽ പോലും OP ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് കാർഡുകളുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്വാഡിൽ വരെ ഈ പറയുന്ന നമ്മുടെ വിനീഷ്യസിൻ്റെ ഈ ഒരു കാർഡ് അതുപോലെ തന്നെ നമ്മുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. യെസ്, നമ്മുടെ റോഡ്രിയുടെ ഈ ഒരു കാർഡ്, നമ്മുടെ സണ്ണിൻ്റെ ഈ ഒരു കാർഡ്, അതുപോലെ തന്നെ ഡിലൈറ്റിൻ്റെ ഈ ഒരു കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാർഡ്, ഇതുപോലെ ഒരുപാട് കാർഡുകൾ നിങ്ങളുടെ സ്ക്വാഡിലും കാണും. ഇതൊക്കെ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കാർഡുകൾ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഏതൊരു സിറ്റുവേഷനിൽ പോലും നിങ്ങളെ കൈവിടാത്ത നിങ്ങളുടെ ഒരു ഗെയിം പ്ലേനേക്കാൾ ഉപരി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക. അത് പ്ലെയർ ഓഫ് ദി വീക്ക് ആയിക്കോട്ടെ, ട്രെൻഡിങ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഒരു വിഷയമില്ല. സോ ഗൈസ് വീഡിയോ വൈൻഡപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.